ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിൻ്റെ ചില പ്രസ്താവനകൾ കാണുമ്പോഴേ ഭയങ്കര കോമഡി തോന്നും. കാരണം തനിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു 40 സീറ്റ് പോലും കിട്ടാത്ത ഒരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി. അദ്ദേഹം വന്നിട്ട് പറയണേ എന്തൊക്കെ പറയണേ, പറയുന്നത് കേട്ടില്ലേ? തൂത്തുവാരും 100 സീറ്റ് UDF എല്ലാം കൂടി 100, 110 എന്നൊക്കെ കണക്കൊക്കെ പറയും. എന്തായാലും കിട്ടട്ടെ, നല്ല കാര്യം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് അവർ തുടങ്ങും. എല്ലാവരും അതുവരെ പിക്ചറിൽ ഇല്ലാത്ത ആൾക്കാർ പിന്നെ ഓരോ ബൈറ്റ് കൊടുക്കാൻ തുടങ്ങും, മീഡിയക്ക് മുന്നിൽ വരും. ഇതിനൊക്കെ ഉദ്ദേശം വേറെ ഒന്നല്ല, അവർക്ക് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് മത്സരിക്കണം, എല്ലാവരും അധികാരമോഹികളാണ്, അവർക്ക് സീറ്റ് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഇവർ വന്നിട്ട് മീഡിയകളിൽ ഇങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കും. വരും അതുവരെ ഇവരെ കുറിച്ചൊരു വിവരം ഉണ്ടാവില്ല. ഇലക്ഷൻ്റെ ഒരു 2-3 മാസം മുന്നേ ഇവരങ്ങോട്ട് വന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങും. എന്നിട്ട് കോൺഗ്രസ് പാർട്ടി പറയാണ് പിന്നെ ഇല്ല സീറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ BJP, CPIM ഇങ്ങനെയുള്ള പാർട്ടികളിലൊക്കെ ഇവർ പോകും. ഇതാണ് അവസ്ഥ. എന്നിട്ട് ഇവരാണ് പറയുന്നത് ഞങ്ങൾ വന്നാകെ തൂത്തുവാരും പിണറായി വിജയൻ തലയിൽ മുന്നിട്ട് ഓടുന്നൊക്കെ എന്തൊക്കെ പറയുന്നത്. ആദ്യം എന്താ പറയുക, ഒരു 50 സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടുമോ നോക്ക്. 40 ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് 50 കിട്ടിയാലല്ലേ ഇവർക്കൊരു ഭയങ്കരമായിട്ടുള്ള സ്റ്റാൻഡൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, ഒരു നിലപാടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് വന്നിരുന്നിട്ട് അങ്ങോട്ട് പറയണം. മൈക്കും ഒരു മുന്നിൽ ഒരു 10-15 ആൾക്കാരും കണ്ടു കഴിഞ്ഞാൽ സതീശൻ സാർ എന്തൊക്കെയാ പറയുന്നതെന്ന് സതീശൻ സാറിന് പോലും അറിയില്ല. അങ്ങോട്ട് പറയണം. അങ്ങനെ UDF അധികാരത്തിലെത്തിയെന്ന് വിചാരിക്കുക, ആരായിരിക്കും മുഖ്യമന്ത്രി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. UDF അധികാരത്തിലെത്തിയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അടീനെ പറഞ്ഞാൽ പൂരിഞ്ഞിട്ടിരിക്കും. അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അടിയും എന്താ പറയാ, എത്ര ആളുണ്ട്? ഒരു 2 ആൾ 3 ആളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിയും 2-3 ആളുണ്ടാവും, പോട്ടെ 4 ആളുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. ഇത് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണോ? എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണോ? എന്നിട്ട് ഇവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരിങ്ങനെ മീഡിയയിൽ വന്നിട്ട്, അതായത് ഒരാൾ പത്രസമ്മേളനം നടത്തുന്നത് മറ്റേ നേതാവിനെ അറിയില്ല, മറ്റേ നേതാവ് പത്രസമ്മേളനം നടത്തുന്നത് വേറൊരു നേതാവിനെ അറിയില്ല. ഇവർ തമ്മിൽ മത്സരം. ഇവരിങ്ങനെ പറയും, ഞാൻ നിലപാടുകൾ പറയും. അതായത് ഞാനാണ് ശക്തനായ നിലപാട്, എനിക്കാണ് ശക്തമായിട്ടുള്ള സപ്പോർട്ടുള്ളതെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ പൊന്നോ, ഇത്രയും ഒരു കോമഡി പാർട്ടി. എന്നിട്ട് അവരാണ് വന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ആക്കും, ഞങ്ങൾ ഇങ്ങനെ ആക്കും എന്നൊക്കെ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഇലക്ഷൻ്റെ ഒരു 6 മാസം 10 മാസം മുന്നേ തുടങ്ങും വാഗ്ദാനങ്ങൾ കൊടുക്കൽ. 1000 വീട് കൊടുക്കും, 1 ലക്ഷം വീട് കൊടുക്കും, ചിലപ്പോൾ 1 കോടി വീട് കൊടുക്കും എന്നൊക്കെ പറയും. ഇവർ ഫ്രീ ആയിട്ട് പിന്നെ എന്താ പറയുക, അരിയും പഞ്ചസാരയും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാന്നൊക്കെ ഇവർ പറയും. കാരണം ഇവരെ വായിക്ക് ലക്കും ലകാനുമില്ല, ഇവർക്ക് എന്തും പറയാം. ഇവരിപ്പോഴും പണ്ട് കാലത്തുള്ള രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സംസാരങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തേനും പാലും ഒഴുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ കീറി മുറിച്ച് അതിനെ എന്താ പറയുക ചോദ്യം ചെയ്യാൻ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കാതെ പൊട്ടന്മാർ വായ തുറന്ന കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പറ്റ നേതാക്കളാണ്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട്, പക്ഷേ ഈ കോൺഗ്രസിന് കുറച്ച് കൂടുതലാണെന്നുള്ളൂ. വായ തുറന്ന കള്ളം. ഇന്ന് പറയുന്നതായിരിക്കും നാളെ പറയാം, നാളെ പറയുന്നതായിരിക്കും മറ്റന്നാൾ പറയാം, എന്നിട്ട് മറ്റന്നാൾ വന്നിട്ട് ഇന്ന് പറഞ്ഞതിനെ തള്ളി പറയും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന്. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, പത്രങ്ങളിൽ ബൈറ്റ് കൊടുത്തായിരിക്കും, അപ്പോൾ തെളിവുണ്ടാവില്ല. ഇന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, ഇവർ പറയുന്നൊക്കെ എടുക്കുകയാണ്. ഈ ഇവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ട്. അതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ഒരു പറ്റ ആളുകൾ. വയനാട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ട് എത്ര പൈസ പിരിച്ചവർ? അതിനെക്കുറിച്ചിട്ട് ചോദിച്ച സമയത്ത് അതിന് കേരളത്തിൻ്റെ ഹൈക്കമാൻഡ്, ഇന്ത്യയുടെ ഹൈക്കമാൻഡ്, ലോകത്തിൻ്റെ ഹൈക്കമാൻഡ് വേണുഗോപാൽജി സാർ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയണോ കണക്കെന്ന്? പിന്നെ സാർ നിങ്ങൾ ആരോടാണ് കണക്ക് പറയുക? ആ വീടിൻ്റെ അവസ്ഥ എന്തായി? അത് ചോദിക്കുന്ന സമയത്ത് സതീശൻ സാർ എന്താ പറയുന്നത്? ഇവരുണ്ട് കളിക്കുകയാണ്, ഇന്ന് വിടും നാളെ വിടും. പിന്നെ സിദ്ദീഖൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്തും പറയാം. കാരണം ഇത് പറഞ്ഞ് തിരിച്ച് പറയാനും മാറ്റി പറയാനൊന്നും അവർക്ക് ഒരു സമയമൊന്നുമില്ല. ഇത് കാണാൻ നമുക്കാണ് പ്രശ്നം. അതാണ് ഇവരുടെ അവസ്ഥ. പിന്നെ ഈ പൈസ പിരിച്ചിട്ടുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപ്രകാരം മാത്രം പീഡിപ്പിക്കുന്ന പ്ലക്കൂട്ടത്തിലാണ് പിരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലക്കൂട്ടത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന് പിന്നെ ഇതിനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ ആ പൈസ എവിടെ, എത്ര വീട് നിർമ്മിച്ച് നൽകി, ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികാരം കിട്ടണം, ഇനിയും കുറെ കക്കണം, ഇനിയും കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞ് അധികാരത്തിൽ കയറണം. ഇതാണ് അവസ്ഥ. ഇവരൊക്കെ ഭരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥേൻ്റെ അപ്പുറത്തോട്ട് പോകുന്നത്? ഇവർ കട്ടുമുടിച്ച് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കി കൈ തരും. അത് കക്കാൻ വേണ്ടിയാണ് 10 വർഷം കക്കാൻ പറ്റുന്നത്. ഇനി കക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടുന്നത്. ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം 10 വർഷം കക്കാതിരുന്നല്ലേ, ഇനി കട്ടങ്ങ് മുടിക്കണം.